അടിമപ്പണി ഈ കാലഘട്ടത്തിലും ഉണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഉണ്ട്. മാനസിക പീഡനവും ശാരീരിക പീഡനവും അനുഭവിച്ച് ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകളാണ് പോലീസ് സേനയിലുള്ളത്. പോലീസ് ക്യാമ്പ് ഫോളോവർ എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി പേരാണ് പീഡനം സഹിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലം ആരുടെ അടുത്തും പറയാതെ അവർ ഉള്ളിലൊതുക്കുകയാണ്. തടവറയിൽ കഴിയുന്ന ഒരു ജയിൽ പുള്ളിക്ക് കൊടും ക്രിമിനലിനും അദ്ദേഹത്തിൻ്റെ പരാതി അദ്ദേഹത്തെ ജയിലിലയച്ച ജഡ്ജിയോട് പറയാം. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആരോട് പറയാം? സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞാലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിൽ കൊടുക്കും. അപ്പോൾ വരുന്നതും അതിൽ കൂടിയ പീഡനങ്ങളാണ്. ആ പീഡനം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം ന്യൂസ് 95-ൽ ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരോ മുഖമോ ദൃശ്യം ഞങ്ങൾ കാണിക്കുന്നില്ല. വിരമിച്ചതിന് ശേഷം ജീവിതം എന്തായെന്നുള്ളത് അറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. കൊടിയ പീഡനത്തിൽ നിന്നും ഇപ്പോൾ സന്തോഷകരമായ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സുരക്ഷാ ജീവനക്കാരനായി അദ്ദേഹം ജോലി ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഈ പോലീസ് ക്യാമ്പ് ഫോളോവറിൽ നടക്കുന്ന പീഡനങ്ങൾ. ഇതിന്റെ നിയമനങ്ങളൊക്കെ നടക്കുന്നത് എംപ്ലോയ്മെന്റ് വഴിയാണ്. അത് PSCക്ക് അത് വിട്ടു. നിയമനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. PSCയിലെ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടക്കുന്നതെന്ന് പറയുന്നത്. ഇത്രയും കാലമായിട്ട് അതിൻ്റെ പേപ്പർ വർക്കുകളൊന്നും പൂർത്തീകരിച്ച് നിയമനങ്ങളിലേക്ക് പോകും. കരാറടിസ്ഥാനത്തിൽ ദിവസവേതനത്തിന് ആലോചിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പുകളിൽ ഇവർക്ക് ജോലി ശരിക്കും ഇവിടെ ക്യാമ്പിലാണോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലാണോ? അതാത് അതായത് ചിത്ര വാർഡ് ഓഫീസ് ഈ വിഭാഗങ്ങളിലായി എടുത്തു കഴിഞ്ഞാൽ ആ ജോലിക്ക് അവരെ കിട്ടാറുണ്ടെന്നുള്ളതാണ്. മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അവരെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലായിരിക്കും. ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലുണ്ട്, അല്ലാതെ തന്നെ പല സ്ഥലങ്ങളിലുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാണ് ക്യാമ്പിലേക്ക് കിട്ടുമെങ്കിൽ ക്യാമ്പിൽ ഇവരെ ജോലിക്ക് കിട്ടാറുണ്ട്. ഈ കഴിഞ്ഞ ശബരിമല സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ വിഭാഗം ജീവനക്കാരായിരിക്കും. അപ്പോൾ അവരുടെ 1220ഓളം ജീവനക്കാരാണ് മൊത്തത്തിലുള്ളത്. അതിൽ ഒരാളോടും പറഞ്ഞാൽ 900ഓളം വേക്കൻസി കിടക്കും. ഇത് ആരോടും ഇതിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും 900ഓളം വേക്കൻസി. പക്ഷേ 900ഓളം വേക്കൻസി നിലവിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം ചെയ്തിരിക്കുന്ന ഡെയിലി വേസ് വെച്ചിട്ടുണ്ട്. ഈ ഡെയിലി വേസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ആശ്രിതരായി വരുന്ന ആളുകളെ വെച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനുള്ള ജോലി ചെയ്യാം. അത് ക്യാമ്പിൽ ഇവർക്ക് അവിടെയുള്ള ക്യാമ്പ് ഫോളോവർമാർക്ക് സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഒരു ഗുണകരമായ ഒരു പ്രവൃത്തിയല്ല കിട്ടിയത്. അതായത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അവർ കൂടുതൽ ചെയ്തത്. അടിമരുന്നതിന് വേണ്ടി പിന്നെ ജോയിന്റ് കൗൺസിൽ ഉൾപ്പെട്ട നേതൃത്വത്തിൽ ഒരു അംഗസംഘടന രൂപീകരിക്കുക. ആ സംഘടനയുടെ ഇവരെല്ലാം പുറത്തു കൊണ്ടുവന്ന് ചികിത്സ നിയമനങ്ങളും പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കി തസ്തികകളിലൊക്കെ നിയമനം നടന്നിട്ടും ഈ ക്യാമ്പുകളോട് വെച്ച് നിയമനങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും അവർ നടത്താത്തത്? ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പോലീസിൽ പോലീസിൻ്റെ ഭാഗമാണോ അല്ല, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ അല്ല, എത്ര മണിക്കൂർ ഒന്നിലും പെടാതെ ചൈത്താന്റെയും കടലിൽ നടക്കുകയാണ് അല്ലേ? എത്ര മണിക്കൂർ ഡ്യൂട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു കണക്കാണ്. ഡ്യൂട്ടിക്ക് ടൈമൊന്നുമില്ല. സേവന വേതന വസ്തുവിൻ്റെ പിന്നെ രാഷ്ട്രീയ ജീവനക്കാരൻ്റെ വേതനമാണ് കൊടുക്കുന്നത്. ഇത് ആരുടെ പരാതി പറയാനും പറ്റൂല. ആരുടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. കാരണം സംഘടനാ ശക്തി എന്ന് പറഞ്ഞാൽ ജോയിന്റ് കൗൺസിലിൻ്റെ ഒരു സംഘടനാ ശക്തിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയത്. ആ ഒരു സംഘടന ഇടപെടാറുണ്ട് ഇങ്ങനെയുള്ള കാര്യം? പരാതി വരാറുണ്ട്. അവരെ പിന്നെ അവരെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഇടപെടാറുണ്ട്. ഇനി ജീവനങ്ങൾ നടക്കാത്തതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം ഒരു കാര്യത്തിന് അവർക്ക് പുറത്തേക്ക് പോകാനോ ലീവ് എടുക്കാനോ പറ്റാത്ത സാഹചര്യമാണ് ചിലവ്. അതായത് ഒരു തടവറയുടെ അകത്ത് കിടക്കുന്നത് പോലെ അല്ലേ? അവർ തന്നെ ഭക്ഷിക്കുക, കിടക്കുക, അവരെ പട്ടിനെ കുളിപ്പിക്കണം, അവരെ ഭാര്യയുടെ അടിവസ്ത്രം കഴുകണം, ഇതൊക്കെ ചെയ്യണം അല്ലേ? പല സ്ഥലത്തും ഉണ്ട്. പക്ഷേ അല്ല അത് തയ്യാറല്ലാത്ത കീഴുദ്യോഗസ്ഥന്മാർ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക്. പക്ഷെ ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ അതിൽ കൂടുതൽ പീഡനം അടിമപ്പണി ചെയ്യുക അവരോട്. ജീവനക്കാർ അതിന് മാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അത് ഒരു പക്ഷേ ഓരോ ക്യാമ്പുകളും സന്ദർശിച്ച് കഴിഞ്ഞാൽ അത് പറയാം. ഇതാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ സംഘടനത്തിലുള്ള ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങൾ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ അദ്ദേഹം വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടും എന്നുള്ള തീർത്ത് പറഞ്ഞാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് നീണ്ടുപോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനുള്ള നടപടി എടുക്കും എന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാവരും വിശ്വാസം. അപ്പൊ കൂടുതലും വല്ല ആത്മഹത്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആത്മഹത്യ, അതുപോലെ തന്നെ പീഡനങ്ങളൊക്കെ അനുഭവിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ
ഇതിനകത്തൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോലീസ് വേറെ രീതിയിൽ എഴുതി തയ്യാറാക്കും അല്ലേ? ഒരു മോചനമില്ല ഇതിൽ. അത് സർക്കാർ ജീവനക്കാരനാണോ? ആണ്. അല്ലാന്ന് വെച്ചാൽ അല്ല അല്ലേ? കൊടിയ പീഡനങ്ങളാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. ഇതിനൊരു മോചനം വേണം. മുഖ്യമന്ത്രി ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിലും മൗനം നടിക്കുകയാണെന്നുള്ളതാണ് കൂടുതലും അറിയാൻ കഴിഞ്ഞത്. ഈ പീഡനത്തിനെ കുറിച്ച് ആരും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് വിട്ടാൽ അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് ആരും പരാതിയുമായി മുന്നോട്ട് പോകാത്തത്. ഇതിനൊരവസാനം കാണണം എന്നുള്ളതാണ് ഇന്ന് ഈ സംഘടന അവകാശപ്പെടുന്നത്.